ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2 ദിവസങ്ങൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ മാഡത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടെയാണ് ഞങ്ങൾക്ക് ഇന്നലെ സ്റ്റേ കിട്ടിയത്. അതുകൊണ്ട് ഇവിടുന്ന് ഫുഡൊക്കെ കിട്ടി. കർണാടക ബിരിയാണി കിട്ടി. അപ്പോൾ മാഡത്തിൻ്റെ വീട് മക്കൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നല്ല ഉറക്കത്തിലാണ്. ലേറ്റായിട്ട് ഉറങ്ങുന്ന ആളുകളാണ്. അപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവരെ ശല്യപ്പെടുത്താതെ നമ്മൾ പോകുന്നു. ഇന്നലെ തന്നെ ബൈക്കൊക്കെ പറഞ്ഞു വെച്ചായിരുന്നു. എന്നാൽ നമുക്ക് ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഓക്കെ, ഇത് ഈ ബായി ഇതുപോലെ ബായുടെ വൈഫാണ്. ഇവിടുത്തെ കെയർ ടേക്കർമാരാണ്. ഇവർ നേപ്പാൾ സ്വദേശികളാണ്. പേര് ചോദിക്കാനൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഞങ്ങൾ തമ്മിൽ കമ്പനിയായി. ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്തു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മറ്റേ ഇതാണ്, നമ്മുടെ ബ്രെഡും പീനട്ട് ബട്ടറുമാണ്. അപ്പോൾ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇനി പോണ വഴിക്ക് എവിടെയെങ്കിലും പമ്പിൻ്റെ അടുത്ത് നിർത്തിയിട്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ്. രാവിലെ പുട്ടുണ്ടാക്കാൻ പറ്റിയത് കാരണം നമ്മള് ലേറ്റ് ആയിപ്പോയി. അതുമല്ല, ഇവിടുത്തെ പുറത്ത് കിടക്കാനായിട്ട് കുറച്ചധികം ടൈമാണ്. ഭയങ്കര ബ്ലോക്കാണ്. അത്യാവശ്യം നല്ലൊരു സ്ഥലം കിട്ടുന്നത്.
ഉണ്ടായിരുന്നു കുക്ക് ചെയ്യാനായിട്ട്. ഇത് പുറത്ത് കിടക്കാൻ നല്ല സമയമുണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര ടൈമായില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു കവർ ബ്രെഡ് വാങ്ങിച്ച്. എന്നിട്ട് ഞങ്ങൾക്ക് പീനട്ട് ബട്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡും പീനട്ട് ബട്ടറും തിന്ന് ആശ്വസിക്കാം. അതിനുശേഷം എല്ലാവരും നമുക്ക് കഞ്ഞിവെപ്പുണ്ട്. ഉച്ചയായി. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇവിടെ. ഇവിടെ ഓരോ സാധനങ്ങൾ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഹൈവേൻ്റെ സൈഡിൽ തന്നെ ഒരു കടയുടെ സൈഡാട്ടെ, ഹൈവേയുടെ സൈഡിൽ തന്നെ നമുക്ക് നല്ലൊരു സ്പോട്ട് കിട്ടി. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പമ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് അരി, പയറും. ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ടിട്ട് ഒറ്റടിയും കടിക്കും. ഇതാണ് നമ്മുടെ ആ അതെ തന്നെ. ഇതാണ് നമ്മുടെ സ്റ്റവ്. ഇപ്പോൾ ഇവിടെ സൈഡിലുണ്ട്. ഇതിങ്ങനെ നിവർത്തുക, ഇങ്ങനെ വയ്ക്കുക, കുക്കറായി. ഇതിലേക്ക് ചെറിയ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യാൻ. ഇത് ഒപ്പിടുന്ന ഓരോന്നും തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കുവാണെങ്കിൽ നല്ല കേട്ടോ. വെള്ളം ഒഴിച്ചോളൂ. നമ്മുടെ ഫുഡ് ബ്ലോഗാണ് യാത്രയുടെ ഇടയിൽ കഞ്ഞി വെക്കണമെങ്കിൽ കഞ്ഞി കഴുകി, കഞ്ഞിയല്ല അരിയും പയറും കഴുകി അങ്ങോട്ട് ഒഴിക്കുക. ഇത് ഏതൊരു പഞ്ചർ കടയായിരുന്നു, അത് അടച്ചിട്ടേക്കാണ്. അതെ, അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റും. നമ്മുടെ കഞ്ഞൂടി കഴിഞ്ഞാൽ ഈ റെസ്റ്റോറന്റിലൊക്കെ കേറിയേ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിലൊക്കെ അടിപൊളിയായിട്ട് താമസിച്ച് അങ്ങനെയൊക്കെ ലഡാക്ക് പോകുന്നവർക്ക് അത് ഭയങ്കര അടിപൊളിയായിട്ട് ചില്ലൊരു മൂടായിരിക്കും. ഇത് ചില്ല് മൂടല്ലെന്നല്ല, എന്നാലും നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഈ രീതിയിൽ സർവൈവ് ചെയ്ത് അവിടം വരെ എത്തുമ്പോൾ സന്തോഷം അത് അടിപൊളിയായിരിക്കും. ഇത് വേറൊരു വൈബാ അല്ലേ?
ഒരു അര ഗ്ലാസ് അരി കിട്ടല്ലേ? അര ഗ്ലാസ് അരി, ഒരു 2 പിടി പയറും ഇട്ട്. പക്ഷെ ഇത് പോരാ, കുറച്ചും കൂടെ വെള്ളം വേണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ സംഭവം വെന്ത് അടിയിൽ പിടിക്കും. ഉപ്പിട്ടോ അതില്? അയ്യോ, ഇതാണ് പറഞ്ഞ അസിസ്റ്റന്റ് വേണം. ആവശ്യത്തിനൊക്കെ ഉപ്പിട്ട് കഴിച്ചത് ഉപ്പെങ്ങാനും കൂടി പോയാൽ പണിയിട്ടു. ഈ കടല അച്ചാറുണ്ടോന്ന് വെച്ചാരാ? നമ്മുടെ നാക്കിൽ എന്തെങ്കിലും എരിവൊക്കെ വരണം അല്ലേ? നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ, അവിടെ ഉണ്ടാവും. കണക്ട് ചെയ്യാൻ അറിയോ? കണക്ട് ചെയ്യാൻ? ഇത് പിടി. അവിടെ തന്നെ വെക്കാം. ഇത് ഇവിടെ ഈ സൈഡിൽ വെക്കാടോ. ദേണ്ട ഇവിടെ തന്നെ വെക്കാടോ. ഇത് പിടിക്കാം. ഇത് തന്നെയാണ് കണക്ട് ചെയ്യണേ. അത് ഓഫ് അല്ലേ നോക്കാം. ഇതാണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി പഠിച്ചോ. ഇതിനു മുമ്പ് തയ്ക്കണം. ഇങ്ങനെ ആയിട്ടേക്കാം. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. സെറ്റായ? ഓക്കെ, ഇനി കത്തിക്കണ പരിപാടി. ഇതിൽ തിരിച്ചിട്ട് അതായത് ഗ്യാസ് തുറന്നു വിടുക ആദ്യം, എന്നിട്ട് അങ്ങനെ അതിന് ഓക്കെ കുക്കർ കയറ്റിക്കൊള്ള. നമ്മളത് കഞ്ഞി തിളച്ചതിന് 1ാമത്തെ വിസിൽ വന്നിരിക്കുകയാണ്. അടുത്ത് വരട്ടെ. അപ്പൊ നമ്മുടെ ഉച്ചക്കഞ്ഞി റെഡി. ഓക്കെ, കഴിക്കാം. കഞ്ഞിയൊക്കെ കുടിച്ചു, ഉഷാറായി. ഇനി നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോൾ മഴ പെയ്തു. മഴ ഇങ്ങനെ പെയ്ത് നമ്മൾ കോട്ടിടുമ്പോൾ മഴ നിൽക്കും. ആ ഒരവസ്ഥയായിരുന്നു. ഇനി കോട്ടിട്ടുകൊണ്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. No. എന്ത് കാറ്റാണ്! ഒരാള് ചുമന്നോണ്ട് നിക്കണ പോലെയുണ്ട്. നമ്മൾ പോണ വഴിക്ക് ഒത്തിരി സൂര്യകാന്തി പാടങ്ങളുണ്ട് കേട്ടോ. നല്ല സുഖമുള്ള കാഴ്ചയാണ്.
അപ്പോൾ നമ്മൾ അങ്ങനെ ഓടി 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 ഹംപി എത്തണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഹംപി എത്താൻ പറ്റിയില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 60 കിലോമീറ്ററോളം ഹംപിക്കുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മളിവിടെ ഒരു BPSLൻ്റെ പെട്രോൾ പമ്പിൽ ടെൻറ്റ് ചെയ്തിട്ടുണ്ട്. ടെൻറ്റ് ചെയ്തിട്ടുണ്ടാ ഇന്നത്തെ ഒരാൾ നേരത്തെ കയറി ഇരിപ്പുണ്ട്. ഇത് നല്ലൊരു പമ്പാട്ടോ. ഇവിടെ ചോദിച്ചപ്പോൾ തന്നെ അവർ വേറെ ഒന്നും പറഞ്ഞില്ല, ടെൻറ്റ് ചെയ്തോളം പറഞ്ഞു. ഇവിടെ അങ്ങനെ ഇടയ്ക്കൊക്കെ തിരക്ക് വരുള്ളൂ. തൊട്ട് ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ്. നല്ലൊരു നല്ല അധികം തിരക്കില്ലാത്ത നല്ല കാമായിട്ടുള്ള സ്ഥലം. നല്ല സ്ഥലം. ഇവിടെ ഭയങ്കര കാറ്റാണ്, നല്ല തണുത്ത കാറ്റാണ്, നല്ല തണുത്ത കാറ്റ്. പിന്നെ ഇതിൻ്റെ ചുറ്റുണ്ടല്ലോ കാറ്റാടിപ്പാടം കൊണ്ട് ഇങ്ങനെ ഇത് ചെയ്തിരിക്കുക. ആ കാറ്റാടിപ്പാടത്തേക്ക് ഇങ്ങനെ ഓരോ ലൈറ്റ് ഇട്ട് മിന്നാമിനിങ്ങ തെളിയുന്ന പോലെ ഇങ്ങനെ ഓരോന്ന് ചുവന്ന തൊട്ട് ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കും. നല്ല രസം കാണാൻ. ഞാൻ കാണിച്ചു തരാം. ഇത് കാണാൻ പറ്റണമെന്നറിയില്ല. അത് ചുവന്ന വട്ടം ഇങ്ങനെ മിന്നണണ്ട. അതൊക്കെ ഇങ്ങനെ കാറ്റാടിപ്പാടത്തിൻ്റെ കാറ്റാടി അതിൻ്റെ ആ മെഷീനിൽ നിന്ന് തെളിയണാട്ടെ. ഇങ്ങനെ മിന്നാമിനിങ് പോലെ ഇങ്ങനെ തെളിയണതാണ്. ഇതിൻ്റെ ചുറ്റും അതാ കണ്ട. ഇത് ഇവിടെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഇങ്ങനെ കാണാം കാറ്റാടി. കാണാൻ കണ്ടാൽ കറങ്ങണ ചെറുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നാളെ നമുക്ക് കാണാം. നാളെ നമുക്ക് നേരത്തെ എണീറ്റ് ആദ്യം തന്നെ ഹംപിയിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട് കണ്ട, എല്ലാം സെറ്റാണ്. അപ്പോൾ ഗുഡ് നൈറ്റ് അല്ലേ? ഗുഡ് നൈറ്റ്.